ഹായ് ഡിയർ പ്ലസ് ടു സ്റ്റുഡൻസ്, നിങ്ങളുടെ പ്ലസ് ടുവിനോടൊപ്പം തന്നെയുള്ള നിങ്ങളുടെ എൻട്രൻസ് ജേണി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ജേണി, പ്രത്യേകിച്ച് നീറ്റ് പോലൊരു എക്സാമിലേക്കുള്ളൊരു ജേണി സാറ്റിസ്ഫാക്ടറി ആവുന്നത് നിങ്ങളുടെ എൻട്രൻസ് പോർഷൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നീറ്റ് മാതൃകയിലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ തന്നെയാണ്. സോ അങ്ങനെയായിരുന്നു നമ്മൾ GIBസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായി നമ്മൾ ഇപ്പോൾ പ്ലസ് ടു ഓൺഗോയിങ് സ്റ്റുഡൻസിന് വേണ്ടി ഒരു നീറ്റ് മാതൃകയിലുള്ള ഒരു ഓഫ്ലൈൻ എക്സാം നടക്കുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലുള്ള എല്ലാ സെൻറ്ററുകളിലും നിങ്ങൾ പോയി ഇപ്പോൾ ഒരു പ്രോപ്പർ ഒരു നീറ്റ് പാറ്റേണിൽ തന്നെയാണ് പോയി പരീക്ഷ എഴുതിയല്ലേ. അതായത് നിങ്ങളിപ്പം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങളൊരു ID കാർഡും അതേപോലെ ഒരു ഹാൾ ടിക്കറ്റുമായിട്ട് എക്സാം ഹാളിലേക്ക് വരുന്നു. സോ എക്സാം ഹാളിലേക്ക് വന്ന് നിങ്ങളുടെ റോൾ നമ്പർ കറക്റ്റ് മാച്ച് ചെയ്യുന്ന സമയം നോക്കി കൃത്യമായിട്ടൊരു 1-1.25 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നു. 1:30 ആകുമ്പോൾ നിങ്ങൾക്ക് OMR ഷീറ്റ് കിട്ടുന്നു. ഈ OMR ഷീറ്റിലെ പ്രോപ്പർ കാര്യങ്ങൾ ഫില്ലൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഇൻവിജിലേറ്റർ പറയുന്ന പോലെ 2 മണിയാകുമ്പോൾ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇത് തന്നെയാണ് നിങ്ങൾ നീറ്റ് എക്സാം, അതായത് ഇനി വരാൻ പോകുന്ന മെയ്യിൽ 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള GIBs നിരന്തരമായി എഴുതിയാണ് നമ്മുടെ പെർഫോമൻസിനെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ GIBs എഴുതാനുള്ള സൂപ്പർ കിങ് സ്റ്റുഡൻസിന് ഒരു പുതിയ ഹാപ്പി ന്യൂസുമായിട്ടാണ് നമ്മൾ വരുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് GIB, ദാറ്റ് ഈസ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 2 അനൗൺസ് ചെയ്യുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 29 പുതിയ GIB കണ്ടക്ട് ചെയ്യുക. നിങ്ങളുടെ ഓണപരീക്ഷ എല്ലാം കഴിഞ്ഞ് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി അടുത്തൊരു ലാപ്പിലേക്ക് നിങ്ങൾ കയറുന്നൊരു സമയമായിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾ സൈലത്തിലൂടെ പഠിച്ച എൻട്രൻസ് പോർഷനുകളെല്ലാം നിങ്ങൾക്ക് പരീക്ഷ പോർഷൻസൊക്കെ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വരുന്ന 29 നമ്മുടെ പുതിയ GIB. അപ്പോൾ നിങ്ങൾ ആദ്യമേ എഴുതിയ GIBൻ്റെ അതേ ആവേശത്തോടെ തന്നെ, കാരണം നമുക്ക് അതുപോലെ മികച്ച റെസ്പോൺസുകളാണ് ശരിക്കും ഫസ്റ്റ് GIBക്ക് ശേഷം ലഭിച്ചത്. നമ്മുടെ സൈലത്തിൽ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നവരും പ്ലസ് ടു ഓൺഗോയിങ് പഠിക്കുന്നവരും അതല്ലാണ്ട് എക്സ്റ്റേണൽ സ്റ്റുഡൻസും എല്ലാവരും GIB എഴുതാൻ വേണ്ടി വന്നിരുന്നു. അതനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാർക്കുകളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കാണും. സോ അതിൽ നിന്ന് ചെറിയൊരു മോഡിഫിക്കേഷൻ, ചെറിയ ഇമ്പ്രൂവ്മെൻറ്റും കൂടി ഈ പ്രാവശ്യത്തെ GIB നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റാങ്കും സബ്ജക്ട് വൈസ് ആയിട്ടുള്ള മാർക്കുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോറുകളും സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്ത ഇൻഡിവിജ്വൽ സ്കോറുകളെല്ലാം നിങ്ങൾക്ക് GIBയുടെ റിസൾട്ട്സിലൂടെ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, വരുന്ന 29 നമ്മുടെ GIB പ്രോപ്പർ നീറ്റ് മാതൃകയിൽ സെൻറ്ററുകൾ അനൗൺസ് ചെയ്തിട്ട് ആ സെൻറ്ററിൽ കൃത്യം 2 മണി തൊട്ട് 5:20 വരെ ആയിരിക്കും പരീക്ഷ. 3 മണിക്കൂർ 20 മിനിറ്റുമായിരിക്കും പരീക്ഷ. അപ്പം ആ പ്രോപ്പർ പാറ്റേൺ തന്നെ ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യും. സോ ഇനി ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇനി നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പുറത്തു വിടുന്നതാണ്. GIB മറക്കരുത്, 29 സ്റ്റാർട്ട് പ്രിപ്പറേഷൻസ്. ഉടനെ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ.